ഇശാ നിസ്കാരം കഴിഞ്ഞാൽ മദീനത്തെ പള്ളിയിൽ നിന്ന് ഏറ്റവും അവസാനം പോകുന്ന ആള് മുത്തുനബിയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്തെ? മദീനത്തെ പള്ളിയിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് പോകാനുള്ള കാരണം അഹ്ലു സുഫത്തിൽപ്പെട്ട ആരെങ്കിലും അശാ ഡിന്നർ കഴിച്ചോ എന്ന് ചെക്ക് ചെയ്യാനാണ്. കഴിച്ചിട്ടില്ല? ബാക്കിയുണ്ടോ? മയാസിരിൽ മുസ്ലിമീൻ സ്വഹാബത്തിന്റെ പണക്കാരോട് ചോദിക്കും, എത്ര ആളെ കൊണ്ടുപോകാൻ പറ്റും? മോനിക്ക് രണ്ടുപേര്. നബി തങ്ങളുടെ തക്കാഫുലിന്റെ പിരിവും സംഘാടനം ഉണ്ടോ? രണ്ടാളെ കൂട്ടിയിട്ട്. നിങ്ങൾക്ക് എത്ര ആൾ കൊണ്ടുപോകാൻ? 4 പേരെ കൊണ്ടുപോകാൻ പറ്റും. തങ്ങളുടെ പിരിവ് കണ്ടിട്ട് ചില സ്വഹാബത്ത് കുറേ ആൾ ഏറ്റെടുക്കും. 4 ആൾ ഇനിയും കുറേ ആളുണ്ടല്ലോ, എന്താ ചെയ്യാം? മോനിക്ക് എത്ര ആളെ കൊണ്ടുപോകും? അപ്പൊ സഅദ് ബിൻ ഉബാദ എന്ന് പറഞ്ഞു, ഞാൻ 84 ആളെ കൊണ്ടുപോയിക്കോളാം. ഒരു രാത്രി 2 മുത്തലിമിങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ നമുക്കൊന്നും തോന്നിപ്പോരുത് കേട്ടോ. 84 ആളെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. അങ്ങനെ എല്ലാവരും പോയി എന്ന് ഉറപ്പായാല് മദീനത്തെ പള്ളിയിൽ നിന്ന് ലോകരാജാവ് മെല്ലെ ഇറങ്ങും. എടുത്തേക്ക് അപ്പുറത്തെ വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക്. ആ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. എന്തുണ്ടാവില്ല? കെട്ടിവെച്ച കല്ലുണ്ടാവും അവിടെ. കല്ല് കെട്ടിവെക്കൽ, ഇരിക്കുമ്പോൾ കല്ല് കെട്ടിവെക്കാൻ പറ്റൂല, വയറിന് താങ്ങാൻ കഴിയില്ല. കിടക്കുമ്പോൾ കെട്ടിയാൽ കുറച്ചുകൂടി ഭാരമാവും. നടക്കുമ്പോൾ നിൽക്കുമ്പോഴൊക്കെയാണ് ഈ കല്ല് കെട്ടൽ എന്ന് പറയുന്ന പരിപാടി. ആയിഷ ബീവി തങ്ങളെ വീട്ടിലെത്തിയിട്ട് കിടക്കാൻ ഒരുങ്ങുമ്പോൾ ബേക്കിൽ നിന്നും എല്ലാം കല്ലിന്റെ കയർ അഴിച്ചിട്ട് അഴിച്ചു കൊടുക്കും. നേരത്തെ കുട്ടീനെ സ്കൂളിലേക്ക് അയക്കുന്ന സമയത്ത് ഷോക്സ് ഒക്കെ ഇട്ടുകൊടുത്ത ഉമ്മ വന്നാൽ അഴിക്കണ പോലെ കെട്ടിക്കൊടുത്ത ആയിഷ ബീവി അഴിക്കും. എന്നിട്ട് കിടക്കും. കിടക്കുന്ന സമയത്ത് ചിലപ്പം വയറുവേദന വരും. അബുൽ ഖാസിം റസാഖ് തങ്ങളുടെ തദ്കിറത്തുൽ മുഹിബ്ബീനിലുണ്ട് ഇത്. ഷക്കൂർ എന്ന പേരിന്റെ വ്യാഖ്യാനത്തിലാണ് കൃത്യമായിട്ടുള്ളത്. അപ്പൊ വയറുവേദന വരുമ്പോൾ ആയിഷ ബീവി കരിയും, താങ്ങാൻ കഴിയില്ല. എന്നിട്ട് അങ്ങനെ വയറ് തടവി കൊടുക്കുമ്പോൾ തങ്ങളോട് ചോദിക്കും, എന്തിനാണ് ഈ റിസ്ക് ഒക്കെ സഹിക്കുന്നത്? അള്ളാഹിനോട് ഒരു ചോദ്യം അങ്ങ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുനൂസ ദുനിയാവിൽ ആഖിറ, ദുനിയാവ് ആഖിറത്തിലും സർവ്വനിധി കുംഭങ്ങൾ ഇവിടെ വാരിക്കോരി തരൂലേ, ഒന്ന് ചോദിച്ചുകൂടേതാണ്. അന്നേരം ആയിഷ ബീവിക്ക് നിലപാട് പഠിപ്പിച്ചു കൊടുക്കും. ആയിഷ മാരി വലിയ തുഞ്ഞ മായ ഇസ്തിഫാമോ ആക്കാം, അല്ലെങ്കിൽ ഒരു നെഫ്യൂ ആക്കാം, എന്തും ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ എന്താ ആയിഷ ഈ പറയണത്? എന്തിനാ നമുക്ക് ദുനിയാവ്? എന്റെ മുൻഗാമികളായ നബിമാരൊക്കെ തിന്നാനില്ലാത്തത് കൊണ്ട് വഫാത്തായ നബിമാരുണ്ട് എന്റെ മുൻഗാമികൾ. ഓരൊക്കെ മുമ്പിൽ റാങ്ക് നമ്പർ വാങ്ങി 1 വാങ്ങുമ്പോൾ നിന്റെ മുത്തുനബിയായ ഞാന് റാങ്ക് പിന്നിലാകെ വേണ്ടത്. കുറെ ദുനിയാവിൽ ആസ്വദിച്ചിട്ട് പിന്നെയും രാവിലെ നടന്നു നീങ്ങും മദീനത്തെ പള്ളിയിലേക്ക്. എന്നിട്ട് സുബഹിസ്കാരം കഴിഞ്ഞിട്ട് ചോദ്യം, വിശന്ന ആർക്കെങ്കിലും ഫുഡ് കൊടുത്ത ആരെങ്കിലും ഉണ്ടോ ഇന്ന്?